പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നോയമ്പ് കാലത്തിന്റെ പല ചിന്തകളും അത് ചിന്തിച്ച് നമ്മളെ തന്നെ മനസ്സാന്തരപ്പെടുത്തി പുതിയ വ്യക്തികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആണല്ലോ. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ചില ശിഖരങ്ങൾ മുറിച്ചു കളയണം, അങ്ങനെ ഫലം കായ്ക്കുന്നവയാക്കുവാൻ. വെറുതെ മുറിച്ചു കളഞ്ഞാൽ മാത്രം പോരാ, പിന്നെ അത് നമ്മൾ യേശുവിൽ ബഡ് ചെയ്യണം. കൃഷിക്കാർക്കറിയാം ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന്. ഒരു പന്ന വൃക്ഷത്തെ നല്ല വൃക്ഷമല്ലാത്തതിലേക്ക് ഒരു നല്ല വൃക്ഷത്തിന്റെ തൊലി കൊണ്ട് ഒട്ടിക്കുന്നത് ഒരു ബഡ്ഡിംഗ് ആണ്, നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു ശിഖരം കൊണ്ട് ഒട്ടിക്കുന്നത്. എന്നാൽ ഈശോ ഉപമകൾ പഠിപ്പിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടാണ് പഠിപ്പിച്ചത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഞാൻ നല്ല ഇടയനും അതെ നിങ്ങൾ എന്റെ ആടുകളും ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുമ്പേ പോകുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, നമുക്കറിയാൻ സാധിക്കും, ആടുകളെ മേയ്ക്കുന്ന ഷെപ്പേർഡ് അല്ലെങ്കിൽ ആടിനെ മേയ്ക്കുന്ന ആള് പിറകിലാണ് പോകുന്നത്. മുന്നേ പോകുന്ന പട്ടിയാ. ആ പട്ടിയുടെ പുറകെ ആടുകൾ പോകും. അതെല്ലാം ഉണ്ടോ, ഏതെങ്കിലും അലഞ്ഞു തിരിയുന്നുണ്ടോ, പുറകിൽ നിന്നാണ് നോക്കുന്നത്. അതാണ് സാധാരണ. എന്നാൽ ഈശോ തിരിച്ചിട്ടു, താൻ മുമ്പേ പോകുന്നു എന്നെ അനുഗമിക്കുവാൻ എന്ന് പറഞ്ഞ പോലെയാണ് അത് ഇവിടെയും ബഡ്ഡിങ്ങിനെ പറ്റി ഈശോ പഠിപ്പിക്കുന്നത്. ചിലവർക്കും ഈശോയ്ക്ക് കൃഷി അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ അത് വായിക്കാം. റോമ അധ്യായം 11-17. ഒലീവ് മരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്ക് പറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിയപ്പെട്ടതെന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിന് മുമ്പിൽ കൃപയിൽ നിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ച് നീക്കപ്പെടും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്റെ മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുന്നത്, അതെ നമ്മൾ കാട്ടുമുന്തിരിയായിരുന്നു. അപ്പോൾ അതെ നമ്മളെ കൊണ്ട് കർത്താവാകുന്ന നല്ല മുന്തിരിയിലേക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യഥാർത്ഥ ബഡ്ഡിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്നതാണ്. ഒലിവ് മരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞ് ഈശോവിന് ഒലിവ് മുറിയപ്പെട്ടു, ഹൃദയം പോലും മുറിയപ്പെട്ടു. നമുക്കറിയാം, കാട്ടൊലിവിന്റെ മുള എന്ന് പറഞ്ഞാൽ പാപത്തിലായിരുന്ന നമ്മളെ അവിടുത്തോട് കൂട്ടി ചേർക്കപ്പെട്ടു എന്ന്. ഇനി നമ്മളെ ആ പുതിയ ജീവിതത്തിൽ, ആ ഫലം കായ്ക്കുന്ന ആ പുതിയ ജീവിതത്തിൽ താങ്ങി നിർത്തുന്നത് ജീവരസം, കൃപയാണ്. അത് പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ തന്നെ ആത്മാവാണ് അത് നമ്മളെ അവിടെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒട്ടുമാവൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ വളരെ ജാഗ്രതയുണ്ടായിരിക്കണം. അതായത് കാറ്റ്, മഴ, വെള്ളപ്പൊക്കം, പിശറ്, കൊടുങ്കാറ്റൊക്കെ ഉണ്ടായാൽ അത് വിട്ടുപോകും ഒട്ടിച്ചത്. അത് ഒട്ടിച്ച ഒരു ശാഖയാണ് ഈശോയിൽ നമ്മൾ. എങ്കിൽ അതീവ ജാഗ്രത ഉണ്ടായിരിക്കണം. അതെ, നമ്മൾ ഈശോയുടെ ആ സ്വഭാവത്തിലേക്ക് ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു, ദൈവിക സ്വഭാവത്തിലേക്ക്. അതുതന്നെയാണ് 2 പത്രോസ് അധ്യായം 1:4. ഈ ലോകമോഹങ്ങളോട് പടപൊരുതുവാൻ, ഇവിടുത്തെ തിന്മയോട് പോരാടുവാൻ നമുക്ക് ദൈവത്തിന്റെ സ്വഭാവം നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനസ്ഥാനത്തൂടെ ദൈവിക സ്വഭാവം. നമുക്കറിയാം, ഈശോ മനുഷ്യസ്വഭാവം എടുത്തു, എന്നിട്ട് മനുഷ്യനായിത്തീർന്നു നമ്മളെ രക്ഷിക്കുവാൻ. ഇനി അതുപോലെ നാം ഓരോരുത്തരും പ്രകൃതി സഹജമല്ലാത്ത ദൈവിക സ്വഭാവം ജ്ഞാനസ്ഥാനത്തൂടെ കിട്ടി
അതിസ്വാഭാവിക ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി, പുണ്യ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതീവ ജാഗ്രത, പ്രാർത്ഥന, വിശ്വാസം. ഇവിടെ കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തെ പറ്റി ആണ്. നമ്മൾ ഓർക്കണം, നമ്മളെ താങ്ങുന്നത് ഈശോ ആണ്. ഈശോയുടെ ജീവരസമാണ് നമുക്ക് ജീവൻ തരുന്നത്. അവിടുന്ന് പറഞ്ഞു, ജീവൻ നൽകുവാൻ, സമർത്ഥമായി നൽകുവാൻ അത്രേ ഞാൻ വന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 10. അപ്പൊ ഈശോയിൽ നിന്ന് ഈ ജീവജലം ഒഴുകണം. ഇത് പ്രാർത്ഥനയിലൂടെ ഒഴുകും, കൂടാശ ജീവിതത്തിലൂടെയും ഒഴുകുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലെ ആ ജീവരക്തവും ജീവജലവും നമ്മളിലേക്ക് ഒഴുക്കി നമുക്ക് ജീവൻ നൽകുന്നു, സമൃദ്ധി നൽകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നാം ഓരോരുത്തരും ഈ കൃപയിലാണ് ജീവിക്കുന്നത് എന്ന്. മൂല്യച്യുതി കൂടാതെ, വിശ്വാസച്യുതി കൂടാതെ ജീവിക്കണം. പലപ്പോഴും പലർക്കും ഈ വിശ്വാസച്യുതിയും മൂല്യച്യുതിയും വന്നതിന് ഫലമായിട്ട് ഈ കൃപയൊഴുക്ക് ഇല്ലാതായി പോകുന്നു. അങ്ങനെ ഒരു പക്ഷെങ്കിൽ തിന്മയിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു. നമുക്കറിയാം, നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ ലേഖനം അധ്യായം 2 വചനം 15 മുതൽ. 1 യോഹന്നാൻ അധ്യായം 2 15. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ള ഒന്നും പിതാവിന്റേതല്ല, പ്രത്യുത ലോകത്തിന്റേതാണ്. ലോകവും അതിലെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം നിർവഹിക്കുന്നതിനകത്ത് എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. നമുക്ക് വചനാധിഷ്ഠിതമായിട്ട് വേണം ആ ജീവിതം എന്ന് പറഞ്ഞാൽ, പുസ്തകത്തിലെ വചനം വായിക്കുന്നു എന്നല്ല, അത് കാണാതെ പഠിക്കുന്നു അല്ല. പല കസ്മാറ്റിക്കലും അങ്ങനെ ഓർക്കും. വചനം മാംസമായുള്ള ജീവിതം. ഈശോ വചനമായിരുന്നു. ആദിയിലെ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനത്തെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഹല്ലേലൂയ. യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നു. ഇതുപോലെ നമ്മൾ വായിക്കുന്ന, കേൾക്കുന്ന വചനം ലോഗോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയും. അത് റേമ ആയി മാറണം എന്ന് പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലും നമുക്ക് ജീവിതബന്ധം, ജീവിതവുമായിട്ട് ഒന്നായിത്തീരണം എന്ന് സാക്ഷ്യമുണ്ടായിരിക്കണം. നാം പഠിച്ച വചനം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കേൾവിക്കാരാകാതെ പിന്നെയോ അഭ്യസിക്കുന്നവരായി മാറുക എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത്. വെറും കേൾവിക്കാരായ പോരാ, ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരായിരിക്കണം. അതാണ് യഥാർത്ഥ വചനം മാംസമാക്കൽ. അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ പാറയിൽ പണിത ഒരു വീടിന് തുല്യമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി 7:24. നിങ്ങൾക്കറിയാം, ചിലർ മണലിൽ ഭവനം പണിതു, മറ്റു ചിലർ പാറയിൽ പണിതു. ആ പാറ ഈശോ ആണ്. ഹല്ലേലൂയ. ആ പാറ, അതായത് വചനം മാംസമായി യേശുവാകുന്ന പാറയിൽ നമ്മുടെ ജീവിതം പണിതിട്ടുണ്ട് എങ്കിൽ കാറ്റോ പിശറോ മഴയോ വെള്ളപ്പൊക്കമോ ഭൂമികുലുക്കമോ സുനാമിയൊക്കെ വന്നാലും വീഴില്ല. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഈ ബഡ് ചെയ്തിരിക്കുന്ന മരത്തിൽ നിന്ന് അത് വിട്ടുപോകുന്ന പോലെ നമ്മളും വിട്ടുപോകും, താഴെ വീഴും, തകർന്നു പോകും. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, മക്കളെ, അതീവ ജാഗ്രതയോടെ ക്രിസ്തീയ ജീവിതത്തെ വീക്ഷിക്കുക. അതിനുള്ള അവസരമാണ്, അതേപ്പറ്റി പറയുന്ന അവസരമാണ് നോയമ്പ് കാലമെന്ന് ഓർക്കുക. നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവ്. ഇതുവഴിയായിട്ട് എങ്ങനെ യേശു ക്രിസ്തുവിൽ നാം വളരണം, ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറണമെന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് യേശുവിന്റെ ജീവിതം സൗഭാഗ്യപ്രദമായ ഒരു ജീവിതമായി മാറുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ പെരുവരുത്തും. ഇങ്ങനെ സഹിക്കണമല്ലോ ക്രിസ്തു ജീവിതത്തിൽ ഓർത്ത് സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ പെരുവൃത്തം കൊണ്ടും ജീവിച്ചു എന്ന് വരാൻ സാധിക്കും. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജഡത്തെ അതിന്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യർ അധ്യായം 5:24 പറഞ്ഞിരിക്കുന്നത്. അപ്രകാരമുള്ള ഒരു ജീവിതത്തിലൂടെ നാം ഈശോയിൽ വളരണം. ഈശോ എന്നിൽ വലുതായിത്തീരണം. ഞാൻ പൂർണ്ണമായിട്ട് യേശുവിൻ്റെതായിട്ട് മാറണം. അതിനുവേണ്ടിയാണ് ഈശോ നമ്മോട് ഈ നോയമ്പ് കാലത്ത് നമ്മോട് പറയുന്നത്, വളരുക, അവനിൽ വളരുക, അവനിൽ വളരുക. ഞാനില്ലാതായിത്തീരുക, എന്നിലുള്ള ലൗകികായുധ
വെടിഞ്ഞ് കൂടുതൽ ആധ്യാത്മികതയിൽ ഞാൻ വളരണം. എന്റെ കർത്താവേ, എനിക്കതിനെ കൃപ തരണമേ എന്ന് നമുക്ക് ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. യേശുവാകുന്ന ആ ഒലിവ് വൃക്ഷത്തിൽ ആ മുറിവുകളിൽ ഒട്ടിക്കപ്പെട്ട നമുക്ക് ഒട്ടും വാടാതെ പതറാതെ തകരാതെ ഒത്തിരി പുഷ്പങ്ങൾ കായ്ച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാൻ അങ്ങനെ ക്രിസ്ത്യ ജീവിതം സൗഭാഗ്യ ജീവിതമാക്കാം. നിങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ മുറിവുകളിൽ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആ ചങ്കിലെ മുറിവിലേക്ക് അർപ്പിക്കുന്നു. കർത്താവ് ഇവരോരോരുത്തരെയും ഇപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങേ ശരീരത്തോടുകൂടി ഇവരെ ഒട്ടിച്ചു വെക്കുന്നു. പ്രത്യേകിച്ച് അങ്ങേ ഹൃദയത്തോട് ഇവരുടെ ഹൃദയങ്ങളെ ഒട്ടിച്ചു വെക്കുന്നു. ഇവരുടെ ആന്തരിക മനുഷ്യനെ ഇവർ വളരട്ടെ. ഇനി ഇവരല്ല, ഇവരിൽ അങ്ങാണ്. ഈശോയെ സ്തോത്രം, യേശുവെ നന്ദി, യേശു ആരാധന. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.